ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ സ്വപ്നയാത്രയുടെ തുടക്കം ഇവിടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, അതായത് ആ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഞാനാണ് കേട്ടോ ആയിരിക്കുന്നത് ആ ചെയറിൽ, എന്നെയാണ് ഫോക്കസ് ചെയ്ത് വരുന്നത്. ആക്ച്വലി ഞങ്ങളിവിടെ പാസ്പോർട്ടിനെ എടുക്കേണ്ട ആവശ്യമില്ല ലക്ഷദ്വീപിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു റീലിൻ്റെ ഭാഗമായിട്ട് പാസ്പോർട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തന്നെയല്ല, എയർപോർട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടി ആധികാരികമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ പാസ്പോർട്ട് തന്നെയാണ്. അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് എയർപോർട്ട് സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാസ്പോർട്ട് എടുത്ത് ഒരു റീലും എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് പാസ്പോർട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, കയ്യിൽ നിന്ന് പോയി. ബോർഡിംഗ് പാസിൻ്റെ അവിടെ പാസ്പോർട്ട് വെച്ചിട്ട് മിസ്സായി. പിന്നെ അതൊക്കെ ഓടി പിടിച്ചെടുത്ത് ഫ്ലൈറ്റ് പോണതിന് മുന്നേ ഒരു വിധത്തിൽ ഓട്ടപ്പാച്ചിലെത്തി നമ്മൾ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അലയൻസ് എയർ ആയിരുന്നു, അതാണ് ഫ്ലൈറ്റ്. അപ്പോൾ വളരെ ചെറിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ ആകെ പ്രാർത്ഥന കയറുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടണേന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ ഫ്ലൈറ്റിൽ 3 സീറ്റാണല്ലോ. അപ്പോൾ നമ്മളത് മനസ്സിൽ കണ്ട് വിൻഡോ സീറ്റ് കിട്ടണേ. കാരണം ആ ദ്വീപിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് വിസിബിളായിട്ട് കാണണമല്ലോ, കടലിലേക്ക് കളറൊക്കെ ഒന്ന് വിസിബിളായിട്ട് കാണണമല്ലോ. അതുകൊണ്ടിട്ട് വിൻഡോ സീറ്റ് കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് നോക്കിയേ 2 സീറ്ററാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായി ഒരാൾക്കെങ്കിലും വിൻഡോ സീറ്റ് കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ആ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് ഉറപ്പായി. പക്ഷെ എന്ത് ചെയ്യാനാണ് മല്ലയ്യ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണെന്ന് പറയില്ലേ. അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ തന്നെ ആ ഫ്ലൈറ്റിൻ്റെ പ്രൊപ്പല്ലർ, അതിൻ്റെ ഒരു ഫാൻ പോലെ കറങ്ങുന്ന ആ ഒരു സംഭവം നമ്മുടെ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്, ടേക്ക് ഓഫ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ. നമ്മൾ 9 മണിക്ക് ഫ്ലൈറ്റിൽ കയറി 10:30 ആയി അവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഇത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ പെരിയാറാണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര തുടക്കമായി. നല്ല വെതറായിരുന്നു. കാരണം അത്യാവശ്യം നല്ല വിസിബിളായിരുന്നു, എല്ലാം നല്ല വിസിബിളായിരുന്നു. അപ്പോൾ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിലൊന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ആൾക്ക് നടപടിയായത് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിട്ട് എനിക്കും ലക്ഷദ്വീപ് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇത് നോക്കി, ഇത് ഫസ്റ്റ് ദ്വീപാണ്. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ, ഒരു 1 മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ ഈ ദ്വീപ് വിസിബിളായി. ഇത് ആന്ത്രോത്താണ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ദ്വീപ് ആന്ത്രോത്താണ്. നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. അത് ശരിക്കും നമ്മുടെ ഒരു റിയലായിട്ട് നമ്മുടെ ഒരു വ്യൂവിലുണ്ടല്ലോ, ഇപ്പോഴും ആ ഒരു കാഴ്ച ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടി സൈഡ് സീറ്റിന് വേണ്ടി കടിപിടി കൂടുമായിരുന്നു. എനിക്ക് സൈഡ് സീറ്റ് ശരിക്കും തരുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം പിടിച്ച് കുറച്ച് നേരമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് എടുക്കാറായപ്പോഴത്തേക്കും നമുക്ക് താഴെ നല്ല വിസിബിളായിരുന്നു. നമ്മളൊരു ഷിപ്പ് കണ്ടായിരുന്നു താഴെ കൂടി പോകുന്നത്. പക്ഷേ നമ്മൾ സൂം ചെയ്യാൻ നോക്കിയെങ്കിലും അത് ഒട്ടും വിസിബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വപ്ന യാത്രയിലേക്ക്, അല്ലെങ്കിൽ സ്വപ്ന സ്ഥലത്തേക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറേ നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് നടന്ന ഒരു ലാൻഡിങ് ആണിത്. നോക്കിയേ, വെള്ളം നോക്കിയേ ഗായ്സ്, നല്ല ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല ബ്ലൂ കളറ്. അപ്പം ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പറന്ന് ഇറങ്ങുകയാണ്. ലാൻഡിങ് ആണ് ഇത്. നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ പോർട്രേറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ ലാൻഡിങ് ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. നമുക്കറിയായിരുന്നു വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെയൊക്കെയാണെന്ന്, എങ്കിലും അത് നേരിട്ട് കാണുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എഫക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അഗട്ടി എയർപോർട്ട്. ലക്ഷദ്വീപിൽ ആകെയുള്ളൊരു എയർപോർട്ടാണ് അഗട്ടി എയർപോർട്ട്. നല്ല കാറ്റുണ്ടായിരുന്നു. സോ അവിടെ എഴുതി വെച്ചേക്കുന്നത് തന്നെ അങ്ങനെയാണ്, വെൽക്കംസ് യു ടു എൻജോയ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും അവർ അർത്ഥവത്തായിട്ട് എഴുതി വെച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നാച്ചുറൽ ബ്യൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ അറേബ്യൻസിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് മനസ്സിലായത് നമ്മൾ ലക്ഷദ്വീപിൽ ചെന്നപ്പോഴായിരുന്നു. അത്രയും നാച്ചുറൽ ബ്യൂട്ടിയാണ്. നോക്കിയേ, ക്രിസ്റ്റൽ ക്ലിയർ ആണ് വാട്ടർ. നമ്മൾ വിചാരിക്കും ഇവിടെ നമ്മൾ സ്വിമ്മിംഗ് പൂള് പോലെ വളരെ ആഴം കുറവാണെന്ന്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, നല്ല ആഴമുണ്ട് നമുക്ക്. പക്ഷേ വെള്ളത്തിൻ്റെ അടിത്തട്ട് കാണാം. ഇത് നമ്മൾ നേരെ ഒരു ബോട്ട് ജെട്ടിയിലേക്ക് പോയി, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്.
നോക്കി വെള്ളം നോക്കി, നല്ല നല്ല ബ്ലൂ കളർ. അത് ബ്ലൂവിൻ്റെ പല ഷെയ്ഡായിട്ടാണ് കാണുന്നത്. ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അങ്ങനെ പല പല ഷെയ്ഡിലായിട്ടാണ് കാണുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു നിറവ്യത്യാസം ഇല്ലേ, അത് കോറൽസ് ആണ് കേട്ടോ. ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഫ്രണ്ട് വശം മുഴുവൻ തെങ്ങും തോട്ടാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ തെങ്ങ് മാത്രമേ ഇവിടെ കാണാനുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് സലാഹുദ്ദീൻ്റെ വീടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീടല്ല കേട്ടോ, ഒരു ക്വാർട്ടേഴ്സാണ്. ആൾ പോലീസിലാണ്, ആളുടെ വൈഫും പോലീസിലാണ്. സോ അവർക്ക് താമസിക്കേണ്ട ഒരു ക്വാർട്ടേഴ്സ് രീതിയിലാണ്. അപ്പം എന്തെയും ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് സലാഹുദ്ദീൻ, നമുക്ക് പേര് സലാഹുദ്ദീൻ എന്ന് കിട്ടണില്ല, ആളെല്ലാവരും ലാംബട്ട എന്നാണ് വിളിക്കുന്നത്. സോ ലാംബട്ടൻ്റെ വൈഫും കൂടി നമ്മൾ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ആക്ച്വലി ശരിക്കും ഞങ്ങൾ ഇവരുടെ വീട്ടിൽ താമസിക്കാനല്ലായിരുന്നു ഉദ്ദേശിച്ചത്. നമ്മൾ അകട്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സ്പോൺസർ നമ്മുടെ സ്വന്തം ഷംനാദ് കവരത്തിയിലായിരുന്നു. നമ്മൾ നേരെ കവരത്തേക്ക് പോകാനായിരുന്നിരുന്നത്. പക്ഷേ വെസൽ കിട്ടിയില്ല ഞങ്ങൾക്ക്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഒരുപാട് ഹോട്ടൽസ് നോക്കി, പക്ഷേ ഓൾറെഡി ബുക്കിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ സീസണിൽ തന്നെ ആയിരുന്നല്ലോ പോയത്. സോ നമുക്ക് സ്ഥലം കിട്ടിയില്ല, ഹോട്ടൽസ് ഒന്നും കിട്ടിയില്ല. സോ നമ്മൾ സലാഹുദ്ദീൻ്റെ വീട്ടിലല്ല, നമ്മുടെ സ്വന്തം ലാംബട്ടാൻ്റെ വീട്ടിലായിരുന്നു താമസം. അങ്ങനെ ഞങ്ങൾ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നോക്കി, റോഡ് വളരെ മൈന്യൂട്ടായിട്ടുള്ള റോഡാണ്, വളരെ ചെറിയ റോഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ശരിക്കും ഞങ്ങൾ ഇവിടെ കൂടി പോയപ്പോൾ ഞങ്ങളുടെ മനസ്സിലെന്തായിരുന്നുണ്ടായിരുന്നറിയോ, അനാർക്കലി ഫിലിമിൽ പൃഥ്വിരാജ് ഓടിച്ചു പോകുന്ന ഒരു സീനൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ. നമ്മളത് പറഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഓരോ സ്പോട്ടും അവരിങ്ങനെ കൊണ്ട് നടന്ന് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. യാത്രയിലൂടെ നീളം നമ്മളെ അകട്ടിന്ന് പോരുന്നത് വരെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് നമ്മൾ വർത്താനം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അതാണ് അവിടെ ഒന്ന് ഒതുക്കിയത് നമ്മൾ പയ്യ വണ്ടി. നേരെ നമ്മൾ പോയത് ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ്. ബോട്ട് ജെട്ടിയിൽ നോക്കിയേ, ഇവിടെ കുറേ ഷിപ്പും പിന്നെ കുറേ ഉരുകളും ആ ക്രെയിൻ പോലത്തെ സംഭവം കണ്ടോ, അതാണ് ഉരു എന്ന് പറയുന്നത്. അതൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഉരു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ലോഡൊക്കെ ഇറക്കത്തില്ലേ, അതായത് സാധനങ്ങളൊക്കെ ഇറക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഉരു എന്ന് പറഞ്ഞത്. അപ്പോൾ ഉരു എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്രെയിൻ അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാ സാധനങ്ങളും, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എന്തെന്നാ അവിടെ എല്ലാത്തിനും നമ്മൾ അവിടെ ചെല്ലാൻ നേരത്ത് നമുക്കത് മനസ്സിലാകും, എല്ലാത്തിനും കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ 10 രൂപയുടെ സാധനം നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ, കേരളത്തിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ, അവിടെ അത് ചെല്ലുമ്പോൾ നേരെ 20 രൂപയാണ്. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ഫീ വേണമല്ലോ, ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് ആവുമല്ലോ. എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബ്ലൂ ഷർട്ട് ഇട്ട ആളെ കണ്ടോ, ഇതാണ് നമ്മുടെ സ്വന്തം അയൂബ് ക. അപ്പോൾ നമ്മൾ അകട്ടിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്പോൺസർ ഇവിടെ നമുക്ക് എല്ലാ സഹായത്തിനും വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ ഒരാളായിരുന്നു. അപ്പോൾ നമ്മുടെ ലാംബട്ടൻ്റെ ഫ്രണ്ടും കൂടിയാണ് അയൂബ് ക. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ സ്പോട്ട് കാണിക്കാനും എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്നേഹം കാണുമ്പോൾ നമ്മളോട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ദ്വീപുകാർ ഭയങ്കര സ്നേഹമുള്ളവരാണെന്നൊക്കെ. ഞങ്ങളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തറിഞ്ഞു കേട്ടോ. കാരണം അത്രയും സ്നേഹത്തോടു കൂടിയും വളരെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു എല്ലാവരുടെയും. അതുപോലെ തന്നെ നമ്മളെ എല്ലായിടും കൊണ്ട് നടന്ന് കാണിക്കുമായിരുന്നു. ഇത് നോക്കിയേ, ആ വളഞ്ഞു വരുമ്പോഴുള്ള കടലിൻ്റെ ഭംഗി നോക്കിയേ എൻ്റെ മക്കളെ. ഓക്കെ, 2 ഡിഫറെൻറ്റ് കളറിലാണ് ആ സീ കാണുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ലൈറ്റ് ബ്ലൂ ഷെയ്ഡും. ആ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡെപ്തിലാണ്, അതായത് വെള്ളത്തിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും ഡീപ്പാണ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒട്ടും ആഴമില്ലാന്ന്, ഈ ലൈറ്റ് ബ്ലൂ കളറിൽ അടിത്തട്ട് കാണാൻ പറ്റുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, നല്ല ആഴമുണ്ട്, അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ഇതൊരു എല്ലാവരും ബീച്ച് സൈഡ് പോലെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നൊരു പോർഷനായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ഇതായിരുന്നു നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട്. ഞങ്ങൾക്ക് അവിടെ ചെന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അകട്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ അവിടുത്തെ നാട്ടുകാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതൊരു ബീച്ച് ഏരിയ ആണ്. ഇവിടെ കുറച്ച് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ അവർ ഓരോ റിസോർട്ടും അല്ലെങ്കിൽ സ്റ്റേയും ഒക്കെ പണിതിട്ടേക്കുന്നത്. ഇതൊരു നല്ലൊരു വ്യൂ ആയിരുന്നു ഈ ഒരു ബീച്ച് സ്റ്റേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇത് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ പെർമിറ്റിൽ സീല് വെക്കണം, അതല്ലാണ്ട് നമുക്ക് മറ്റൊരു ഐലൻഡിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ
നമ്മുടെ സ്വന്തം ലാമ്പട്ട. നമുക്കിതൊന്നും അറിയേണ്ടി വന്നില്ല, കാരണം ഞങ്ങളൊരു പാക്കേജ് എടുത്ത് പോയൊരു ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. എല്ലാം ലാമ്പട്ട ചെയ്തു തന്നത്. നോക്കിയേ, വെള്ളത്തിൻ്റെ കളർ നോക്കി നമ്മൾ സൂം ചെയ്തെടുത്ത് കാണിച്ചു തരുക. സ്വിമ്മിംഗ് പൂളിൻ്റെ കളറുണ്ടല്ലോ, സ്വിമ്മിംഗ് പൂൾ തോറ്റു പോകും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഹൈഫൈ സ്വിമ്മിംഗ് പൂൾ വരെ. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നില്ലേ ഗൈസ് ഉരുവിനെ പറ്റി? ഇതാണ് കേട്ടോ ഉരു. ഇത് നോക്കി, ചാക്ക് കെട്ടുകൾ അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ, ഇത് ഓരോ സാധനങ്ങളാണ്. പലചരക്ക് സാധനങ്ങളുണ്ടാവും, ചിലപ്പോൾ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഈ ഉരുവിലാണ് വന്ന് എടുക്കുന്നത്. ഇങ്ങനെ ഉരുന്ന് നമ്മുടെ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഇവരിങ്ങനെ ബോട്ട് ജെട്ടിയിൽ അടുക്കി വെക്കുന്ന ആ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. കണ്ടോ? ഓക്കെ, ക്രെയിനിൽ നിന്ന് നേരെ കയറിങ്ങനെ കെട്ടിത്തൂക്കി ഓരോ ചാക്കുകെട്ടുകളും. സവാള, അതുപോലെ തന്നെ നമ്മുടെ പലചരക്ക് എല്ലാ ഐറ്റംസും എണ്ണ, സവാള, പച്ചക്കറികൾ എല്ലാം ഇതുപോലെ ഉരുവിലാണ് വരുന്നത്. പിന്നെ കുറേയൊക്കെ ഷിപ്പിലും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പക്ഷെ കൂടുതലും ഇതുപോലെ നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉരുവിലാണ് വന്നിറങ്ങുന്നത്. എല്ലാ സാധനങ്ങളും ഇത് ഞങ്ങളാണ് കേട്ടോ. എല്ലാം ലാമ്പട്ടൻ്റെ വൈഫ് ഷെമീൻ്റെയും വീഡിയോ ആയതുകൊണ്ടിട്ട് അവർ പറഞ്ഞു ഇനി നിങ്ങളുടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീഡിയോ എടുത്തതാണ്. നമ്മൾ പിന്നെയും ആ ഒരു വഴിയോര കാഴ്ചകൾ അന്വേഷിച്ച് വീണ്ടും യാത്രയായി. എല്ലാം നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ സിമിലറാണ്, കാരണം അവിടെ ബീച്ചസ് ആണ് കൂടുതലും കാണാനുള്ളതല്ലോ ലക്ഷദ്വീപിൽ. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലൂടെയുള്ള യാത്രകളാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ച് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ബീച്ച് തന്നെയാണ്. ഇത് അവിടുത്തെ കുറേ റിസോർട്ടുകളാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല, നല്ല ഭംഗിയുള്ള റിസോർട്ടുകളുണ്ട്, നല്ല വ്യൂ ഉള്ള റിസോർട്ടുകൾ. ഇതാണ് അവിടുത്തെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിന്റും കൂടിയാണിത്. കാരണം ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു റിസോർട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും കടൽ തന്നെയാണ്. അതായത് നമുക്ക് അസ്തമയവും ഉദയവും അവിടെ തന്നെ ഇരുന്ന് കാണാം. അങ്ങനെ തന്നെയാണ് ആ റിസോർട്ട് പണിഞ്ഞ് വെച്ചേക്കുന്നതും. കാരണം രണ്ട് സൈഡും ചില്ലിട്ട് വെച്ചേക്കുവാണ്, ഉദയം കാണാനും അസ്തമയം കാണാനും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും അകട്ട് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് പോയി. വേറൊന്നുമല്ല, 2-3 ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു ആ എയർപോർട്ടിൻ്റെ വ്യൂ കാണിച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ രാത്രി വീണ്ടും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ലാമ്പട്ടൻ നമുക്ക് ഗ്രിൽഡ് ഫിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് പറയാം, അത് നമുക്ക് അവർ ഗ്രില്ല് ചെയ്ത് തരും, അപ്പം തന്നെ ഗ്രില്ല് ചെയ്ത് തരും. സോ നമ്മൾ പറഞ്ഞിരുന്നത് പാരറ്റ് ഫിഷ് ആയിരുന്നു. വളരെ വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റുള്ളൊരു മീൻ, ഇത്രയും രുചികരമാണ്. നമുക്കിവിടെയൊന്നും അങ്ങനത്തെ ഒരു ഫിഷൊന്നും കഴിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഇവിടെ എല്ലാം ഐസൊക്കെ ഇട്ട് എത്രയോ ദിവസങ്ങളായ മീനാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് ഫ്ലഷ് ഉള്ളൊരു ഫിഷായിരുന്നു കേട്ടോ. പാരറ്റ് ഫിഷ് എന്നാണ്, ഇതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ കവരത്തിയിലേക്ക് പോകാൻ റെഡിയായി വരുവാണ്. നിൽക്കുന്നു നമ്മുടെ പടക്കുതിര, നമ്മുടെ വെസൽ. കവരത്തിയിലേക്ക് പോകേണ്ട വെസലാണ് കേട്ടോ ആ വന്ന് കിടക്കുന്നത്. സോ നമ്മളെ അയൂബ്ക്കായും ലാമ്പട്ടായും എല്ലാവരും കൂടി യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ബോട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചു. നമ്മൾ പിറ്റേ ദിവസം രാവിലെ അങ്ങനത്തെ കവരത്തിയിലേക്ക് പോകാൻ വേണ്ടി പോവുക. അപ്പോൾ വെസൽ അടുക്കുന്നുണ്ടായിരുന്നില്ല, കടൽ ചെറിയ രീതിയിൽ റഫായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മുടെ ബോട്ട് ജെട്ടിയിൽ അടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ വേണം വെസലിലേക്ക് പോകാൻ. അപ്പോൾ ആൾക്കാർ അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബോട്ടിലേക്ക് പോകുകയാണ്. കണ്ടോ, കടൽ റഫായതുകൊണ്ടിട്ട് തന്നെ ആൾക്കാരിങ്ങനെ കുറച്ച് ഭയത്തോടു കൂടിയായിരുന്നു. ദ്വീപുകാർക്ക് ഇതൊന്നും പ്രശ്നമല്ല, നമ്മളെ പോലെയുള്ള പെർമിറ്റുകാർക്കും അതുപോലെ തന്നെ പാക്കേജിൽ ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല, ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കാല് കവച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ പെട്ടെന്ന് ചാടി കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ പ്രാവശ്യം ട്രിപ്പ് അടിക്കുന്നത് പോലെ ഇങ്ങനെ 2 ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ആളെ ഇറക്കിയതിന് ശേഷം വീണ്ടും വന്ന് അടുത്ത ട്രിപ്പിൽ ആളെ കയറ്റി കൊണ്ടുപോവുക. അതുപോലെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് അയൂബ്ക്ക തന്നെ എടുത്ത് നമ്മുടെ നമ്മുടെ ചെറിയ ബോട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ വെസലിൽ കയറ്റി നമ്മൾ അവിടുന്ന് പോകുന്നത് വരെ അവർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്കും നമ്മളെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അയൂബ്ക്കാണെങ്കിലും നമ്മുടെ സലായ്ക്കാണെങ്കിലും ഷെമി വൈഫാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു ബോട്ട് ജെട്ടിയുടെ അടിയിലുള്ള വ്യൂ ആണ് കേട്ടോ. ആ ഒരു ബ്ലൂ കളർ ശരിക്കും ഞാനിത് എത്രയോ പ്രാവശ്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടിട്ട് എനിക്ക് വീണ്ടും അതന്നെ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ആ വാട്ടറിൻ്റെ കളർ അത്രയും മനോഹരമായിരുന്നു. അപ്പോൾ നമ്മൾ വെസലിലേക്ക് ചെന്ന് ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ വെസലിലേക്ക് കയറുന്നത്.
ശരിക്കും ഈ വെസലിലെ ഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് വെസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ബോട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഗൈസ്. വെസലിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഉണ്ട്, അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ നമ്മൾ നമ്മുടെ കവരത്തിയിലേക്കുള്ള യാത്രയാണ്. ഒരു 2.5 മണിക്കൂർ പിടിച്ചു കവരത്തിയിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു കേട്ടോ വെസലിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യൂ. ഇത് ഇങ്ങനെയായിരുന്നു. നമുക്ക് ലഗേജ് റൂം ഉണ്ടായിരുന്നു, ഒരു റൂമിൽ ലഗേജൊക്കെ വെക്കാം. ഇതായിരുന്നു നമ്മുടെ വെസലിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. നമുക്ക് TV ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. 3 സ്ക്രീൻ ഉണ്ടായിരുന്നു. ഇതുപോലെ 2 സെക്ഷൻ ഉണ്ടായിരുന്നു. ഫ്രണ്ടിലും ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. നമുക്ക് പുറത്ത് വീഡിയോ എടുക്കാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ചോദിച്ചെങ്കിലും ബസ്സിൽ ഭയങ്കര ഹൈ സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അഗട്ടിയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചു. കവരത്തിയിലേക്കുള്ള യാത്ര തുടങ്ങി. ഇനി അടുത്ത കവരത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്പോൺസർ ഷംനാദിക്കയും ലാംബട്ടായും ലാംബട്ടാൻ്റെ വൈഫും. ആ ബ്ലാക്കും വൈറ്റും ഇട്ടേക്കുന്നതാണ് നമ്മൾ രണ്ടുപേരും.